ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം? എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാ നീ വന്നിട്ടുള്ളത് ചക്കക്കുരു വെച്ചിട്ടുള്ളൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. 4 മണി ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്സാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൽ ഒരു 10 രൂപയൊക്കെ ഉണ്ടാവും കേട്ടോ. ചക്കക്കുരു എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ കുക്കറിലിട്ടെടുത്ത് വേവിച്ചെടുക്കുന്നത്. പിന്നെ അതാ നമുക്ക് ഇതിക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ ചക്കക്കുരുക്കെ വേണ സമയം കൊണ്ടുണ്ടല്ലോ നമുക്ക് ഇതിക്ക് മസാല സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിക്കൊരു സവോള, അത്യാവശ്യം വലിപ്പമുള്ളൊരു സവോള ക്രഷ് ചെയ്തിട്ടാണ് ഇട്ടെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാ ഇതുണ്ടല്ലോ നമ്മൾ നല്ലൊന്ന് വയറ്റി കൊടുത്ത് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലൊന്ന് വയറ്റിയെടുത്താൽ മതി. ഓവറിട്ട് മുരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഉണ്ടല്ലോ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത ബെല്ലൈക്കനോട് അടിച്ച് ഓളെന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇഞ്ചിയാണ് കേട്ടോ. ഇഞ്ചിയും പച്ചമുളകുമാണ്. വെളുത്തുള്ളി നമ്മളിത് യൂസ് ചെയ്യണില്ല. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും ഉണ്ടല്ലോ ചെറുതാക്കി കട്ട് ചെയ്ത് അങ്ങോട്ട് ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ അത് നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ വേണം. കാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം ഇതൊക്കെ ഇട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കാബേജും ക്യാരറ്റും മാത്രമാണ് ഇട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഇട്ടെടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് മൂടി വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ ഈ മസാലയും കാര്യങ്ങളൊക്കെ സവോളയൊക്കെ നല്ലോണം വെന്ത് സെറ്റായി വരണം. പിന്നെ നമ്മൾ സവോള വാട്ടിയപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അവസാനം നമ്മൾ മസാലയൊക്കെ സെറ്റാക്കിയതിന് ശേഷം മാത്രം ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ അതാ നമ്മൾ സവോളയും പിന്നെ ക്യാബേജൊക്കെ പെട്ടെന്ന് തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. അത്രയും മതി. നല്ലോണം ഇളക്കി ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ സവോള ക്യാരറ്റ് ആണെങ്കിലും ക്യാബേജൊക്കെ ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ സവോളയിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഒട്ടും നേരാതെ തന്നെ ഇട്ട് കൊടുത്തുകൊണ്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഉപ്പ് ഏറിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ അവസാനം മസാലയൊക്കെ സെറ്റാക്കിയ ശേഷം മാത്രമേ ഇട്ടെടുത്താൽ മതി കേട്ടോ. പിന്നെ അതാ നമുക്ക് ഇതിൽ കുറച്ച് മസാലപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുണ്ടല്ലോ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേമാതിരി തന്നെ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, അതേമാതിരി തന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളകും പൊടിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി മിക്സാക്കി കൊടുക്കുക. പിന്നെ ഉണ്ടല്ലോ അത് നമ്മൾ കട്ട്ലറ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചക്കക്കുരു വെച്ചിട്ട്. ഇപ്പോൾ ചക്കയൊക്കെ ഉണ്ടാകുന്ന സീസണാണല്ലോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. പിന്നെ 4 മണിക്ക് ചായക്ക് ഉണ്ടല്ലോ നല്ല പാൽ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കുകൊണ്ട്. അപ്പോൾ തന്നെ നമുക്ക് വേണ്ടത് ബ്രെഡ് പൊടിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ട് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അത് നമ്മളെ ചക്കക്കുരു ഉണ്ടല്ലോ നല്ല വെന്ത് സെറ്റായിട്ടുണ്ട്. നല്ല പൊടിയിൽ നല്ല വേവിൽ ചക്കക്കുരുയാണ് കേട്ടോ. നല്ല പൊടിയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ചക്കക്കുരുവാണ് നോക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. വെള്ളം ഒന്നും ഒഴിക്കണ്ട കേട്ടോ. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇടയിൽ ഇങ്ങനെ കടിക്കാനും കിട്ടണം. അപ്പോൾ നമ്മൾ ചക്കക്കുരുയൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുത്താൽ മാത്രം മതി. പിന്നെ അത് നമ്മൾ ഇതിക്കൊരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് മുട്ടയിൽ മുക്കിയിട്ടാണ് നമ്മളത് ഉണ്ടാക്കിയെടുക്കുന്നത്. കട്ട്ലറ്റാണല്ലോ. അപ്പോൾ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന ഷേപ്പിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനൊരു മുട്ടയിൽ ഒരു ഉപ്പ് നുള്ളുപ്പും കൂടി ഇട്ടിട്ട് നല്ല ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബ്രെഡും ഒക്കെ പൊടിച്ച് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂടിയാണ് എടുത്തിട്ടില്ല കേട്ടോ. ഒരു കുപ്പിൻ്റെ അടുപ്പെടുത്തിട്ട് അതിലാണ് ഉണ്ടാക്കി വെച്ച് അമർത്തിയെടുത്ത് കൈക്ക് കൊട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനിങ്ങനെ ഉണ്ടാക്കി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരേ ഷേപ്പിൽ തന്നെ കിട്ടും കേട്ടോ. നമ്മൾ കയ്യിൽ വെച്ച് ഇങ്ങനെ സെറ്റാക്കി എടുക്കില്ലാറ് അല്ലത് ഇങ്ങനെ ഒരു മൂടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഈ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ തന്നെ ഒരേമാതിരിക്ക് തന്നെ എല്ലാം ഒരേമാതിരിക്ക് സെറ്റായി കിട്ടും. അപ്പോൾ അതേ മുഴുവനായിട്ട് ഇതേമാതിരിക്ക് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ട് വരാം. പിന്നെ ഒരു കാര്യം നമ്മൾ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ മുഴുവനായിട്ട് ഇതേമാതിരിക്ക് തന്നെ ചെയ്തെടുക്കുകയാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ചക്കക്കുരു വെച്ചിട്ടാണെങ്കിലും ചക്കച്ചോള വെച്ചിട്ടാണെങ്കിലും പല ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കുമല്ലോ. അപ്പോൾ കട്ട്ലറ്റോ അതേമാതിരിക്ക് തന്നെ അതേമാതിരി കൊക്കവട അങ്ങനത്തെ പല ഐറ്റംസ് ഉണ്ടാക്കുക കേട്ടോ ചക്കക്കുരു വെച്ചിട്ട് തന്നെ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത് മുഴുവനായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് ബ്രെഡ് പൊടിയിലും മുട്ടയിലൊക്കെ മുക്കിയിട്ടൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. കണ്ട നമ്മളെ കട്ട്ലറ്റ് നല്ല റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈസിയായിട്ട് തന്നെ ഉണ്ടാക്കാനും പറ്റും. അടിപൊളി ടേസ്റ്റ് വേണം. എന്തായാലും കാണാനും നല്ല ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്ക് കേട്ടോ. അപ്പോൾ ചക്കക്കുരുയൊക്കെ എന്തായാലും എല്ലാവരും വീട്ടിലുണ്ടാവും, അല്ലെങ്കിൽ അടുത്തൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ കുരു ഒന്നും കളയണ്ട കേട്ടോ. അങ്ങനെ കട്ട്ലറ്റോ അല്ലെങ്കിൽ അങ്ങനെ പല ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കുക കുരു വെച്ചിട്ടാണെങ്കിലും. അപ്പോൾ എന്തായാലും ഇതേമാതിരിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. അപ്പോൾ മുഴുവനായിട്ടും നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക കേട്ടോ. അപ്പോൾ അത് നമ്മൾ കട്ട്ലറ്റ് ഉണ്ടല്ലോ അത്യാവശ്യം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.